ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്രൈഡ്സ് ബാഗ് പാക്കിങ്ങിനെ പറ്റിയിട്ടാണ്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് എല്ലാ പെൺകുട്ടികളും അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ബാഗ് പാക്ക് ചെയ്യത്തില്ലേ? ആ ബാഗിൽ നമ്മൾ മറക്കാതെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ ഒരു ലിസ്റ്റ്, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. എല്ലാ ബ്രൈഡ്സിനും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കട്ടെ. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാനിവിടെ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്റെ കല്യാണ സമയത്ത് ഞാൻ എന്റെ ബാഗ് പാക്കിങ്ങിൽ ശ്രദ്ധിച്ച കാര്യങ്ങളും പിന്നീട് ഞാൻ വിട്ടുപോയ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി ഒരു കംപ്ലീറ്റ് ലിസ്റ്റാണ്. അപ്പോ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ, നെക്സ്റ്റ് വേണ്ട എന്താണ്? ബാഗ്. 2-3 ബാഗ് എടുക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ തിങ്സും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബാഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം വലിയ ബാഗ് ആയിക്കോട്ടെ. ഇനി നമ്മുടെ ഡ്രസ്സും അണ്ടർ ഗാർമെന്റ്സും വേണ്ടത്ര സാധനങ്ങൾ എടുത്തോളുക. ബാക്കിയൊക്കെ ചേട്ടൻ അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാ പെൺകുട്ടികളും മറക്കാതെ എടുക്കുന്ന കാര്യമാണ് എന്ത്? നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ അല്ലെ, നമ്മുടെ മേക്കപ്പ് കിറ്റ്. എന്റെ മേക്കപ്പ് കിറ്റ് എടുത്തപ്പോഴും ഇല്ലെങ്കിൽ എന്റെ മേക്കപ്പ് കിറ്റും അങ്ങനെ ബാക്കിയുള്ള കുറെ സാധനങ്ങളും ഞാനിങ്ങനെ അടുക്കി പെറുക്കി ഇങ്ങനെ വേണ്ട ഓരോരോ ബോക്സുകളിലാക്കിയിട്ടാണ് പാക്ക് ചെയ്തിരുന്നത്. ഇങ്ങനെ പല ടൈപ്പ് ബോക്സുകളിലാക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാൻ സൗകര്യം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാം അത്യാവശ്യം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അല്ലെ നമ്മുടെ ബാഗില്. പിന്നീട് എടുക്കേണ്ട കാര്യം, അപ്പൊ നമുക്ക് ഈ മേക്കപ്പ് ഐറ്റംസ് എന്തൊക്കെ എടുക്കണമെന്ന് നോക്കാം. എല്ലാ സാധനവും കൂടെ വലിച്ചു വാരി ആദ്യമേ ചെന്ന് ചേട്ടനെ ഞെട്ടിക്കേണ്ട. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ഉദാഹരണം പറയണം, നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ചെല്ലുന്ന ടൈമിൽ നമ്മുടെ ഒത്തിരി ഹെവി മേക്കപ്പ് ആയിരിക്കത്തില്ലേ, ഈ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മേക്കപ്പ് റിമൂവർ കരുതാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മുടിയെല്ലാം മറ്റേ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് ഭയങ്കര ടാങ്കിൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇതുപോലെ മിനി ബോട്ടിൽ ഷാമ്പു കരുതാം. ഇങ്ങനെ മിനി ബോട്ടിൽ ഷാമ്പു നമ്മൾ കരുതുന്നതുകൊണ്ട് ഇപ്പോഴും നമുക്ക് യൂസ് ഉണ്ട്. പിന്നീട് നമ്മൾ കറങ്ങാനൊക്കെ പോത്തില്ലേ, ആ ടൈമിൽ നമുക്ക് ഇതിന്റെ അകത്തിൽ അത്യാവശ്യം വലിയ ബോട്ടിൽ ഷാമ്പൂന്ന് ഇച്ചിരി ആയിട്ട് ഇതിന്റെ അകത്തെടുത്ത് നമുക്ക് ഈ ഷാമ്പു ബോട്ടിൽ കരുതാവുന്നതിന് സൂക്ഷിച്ചു വെച്ചാൽ മതിയിട്ട്. ഞാൻ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത കാര്യം, അപ്പൊ നമ്മള് ഷാമ്പു കരുതി. പിന്നീട് നമുക്ക് വേണ്ടത് ഹെയർ ബ്രഷ് കരുതണം. ടൂത്ത് ബ്രഷ് മറക്കരുത്, ടൂത്ത് ബ്രഷ് കരുതണം. കാര്യം ഈ ചേട്ടന്മാര് ചിലപ്പോ ഈ തിരക്കിന്റെ ഇടയിൽ ടൂത്ത് ബ്രഷ് ബാത്റൂമിൽ എടുത്ത് വെക്കാൻ മറന്നു കഴിഞ്ഞാൽ നമ്മള് പിറ്റേന്ന് രാവിലെ ഇങ്ങിട്ട് എന്റെ ടൂത്ത് ബ്രഷ് എന്ത് ചെയ്യുന്നു പറഞ്ഞു പോകുന്നത് ഭയങ്കര ബോറല്ലേ. അപ്പൊ നമ്മള് അത്യാവശ്യമായിട്ട് ടൂത്ത് ബ്രഷ് കരുതുക. പിന്നീട് നമുക്ക് വേണ്ടത് നെയിൽ പോളിഷ് റിമൂവർ. ഞാൻ എടുക്കാൻ മറന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഈ വിരുന്നിനൊക്കെ പോയ ടൈമില് എന്റെ കയ്യിൽ ഈ കുഞ്ഞു പിള്ളേരെ കുറച്ച് ക്യൂടെക്സ് ആയിട്ട് കാണത്തില്ലേ, അതുപോലെ എന്റെ കയ്യിലും കുറച്ച് ക്യൂടെക്സ് ആയിട്ട് ഭയങ്കര ബോറായിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് നമുക്ക് വേണ്ടത് എന്താ? പിന്നെ നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് കരുതാം. ഡിഫറെന്റ് കളേഴ്സിലുള്ള നെയിൽ പോളിഷ് നമുക്ക് കരുതാം. ഇതൊന്നും ചേട്ടന്മാർക്ക് അറിയാൻ വേണ്ട കാര്യങ്ങളാണ്, അവർ ചിലപ്പോഴേ മേടിച്ചു വെക്കത്തുള്ളൂ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി. പിന്നീട് നമുക്ക് വേണ്ടത് സാനിറ്ററി പാഡ്സ് നമ്മൾ അത്യാവശ്യമായിട്ടും കരുതണം. അതുപോലെ തന്നെ വേറെന്താ, ഹെയർ കോംബ് നമ്മൾ ആദ്യം പറഞ്ഞെന്ന് തോന്നണം. വെറ്റ് ടിഷ്യൂസ് കാര്യം നമ്മൾ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് യാത്രയൊക്കെ ആയിരിക്കത്തില്ലേ, അപ്പൊ ആ ടൈമിൽ നമ്മളെ വെറ്റ് ടിഷ്യൂസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് വേണ്ടത് പെയിൻ കില്ലേഴ്സ്. കല്യാണത്തിന്റെ ആ ഒരു സ്ട്രെസ് ഒക്കെ കാരണം അന്ന് വൈകിട്ടോ പിറ്റേന്നോ നമുക്ക് തലവേദനയോ സ്റ്റൊമക് ഏക്കോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു കരുതലായിട്ട് നമ്മുടെ കയ്യിൽ പെയിൻ കില്ലേഴ്സും ഇരുന്നോട്ടെ. നെക്സ്റ്റ് വേണ്ടത്, എന്റെ കല്യാണ സമയത്ത് ഞാനാണെങ്കിൽ കുറെ ബിന്ദീസും അതുപോലെ തന്നെ സ്ലൈഡ്സും ഒക്കെ വാരി കൂട്ടിയാണ് കൊണ്ടുപോയത്. ആ ബിന്ദീസ് ഒക്കെ ഇപ്പോഴും എന്റെ കയ്യിൽ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ മോസ്റ്റ്ലി ഈ ഐലൈനർ വെച്ചാ പൊട്ടിടുന്നത്. എന്നാലും കല്യാണ സമയത്ത് നമുക്ക് ഭയങ്കര ആക്രാന്തമാണല്ലോ, എല്ലാം വാരിക്കൂട്ടത്തില്ലേ നമ്മള്. പിന്നെ മേക്കപ്പ് ഐറ്റംസിൽ നമുക്ക് അത്യാവശ്യമായിട്ടും കരുതേണ്ട മോയ്സ്ചറൈസർ, വേണമെങ്കിൽ ഒരു മാറ്റിഫൈങ് ക്രീം, ലിപ്സ്റ്റിക്ക്, കാജൽ, പിന്നാണെങ്കിൽ എന്താ ഐലൈനർ, ഐബ്രോ പെൻസിൽ. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് നല്ലൊരു സിന്ദൂരം കരുതാം കേട്ടോ, ജോസിന്റെ ഒക്കെ. അതിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും വേണേ കരുതാം. ഞാൻ കരുതിയിട്ടില്ലായിരുന്നു, ചേട്ടൻ പിന്നീട് മേടിച്ചു തരായിരുന്നു നല്ല കളറ്, നല്ല ബ്രൈറ്റ് കളർ സിന്ദൂരം. അതുപോലെ തന്നെ ഞാന് സ്പെയർ കമ്മല് കരുതിയിട്ടുണ്ടായിരുന്നു.
കാര്യം കല്യാണ ടൈമിന് നല്ല ഹെവി ഇയറിങ്സ് ആയിരിക്കത്തില്ലേ നമ്മൾ ഇടുന്നത്. അപ്പോ അതിട്ട് പിറ്റേന്നൊക്കെ പുറത്തിറങ്ങണേ എനിക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നില്ല. അപ്പൊ ഞാൻ സ്പെയർ കമ്മല് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെയർ ചപ്പല്, ഒരു കാഷ്വൽ വെയർ ചപ്പലും കരുതുക. പിന്നീട് കുറച്ച് പോക്കറ്റ് മണി, നമ്മളെ കൊണ്ട് ഒക്കുന്ന അത്ര പോക്കറ്റ് മണി നമ്മൾ കരുതുക. വേറെന്താ, ജുവലറി ബോക്സ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാര്യം നമ്മൾ ഒത്തിരി ജുവലറി ആയിരിക്കും ഇട്ടിട്ട് വരുന്നത്. ആ ജുവലറി ഒക്കെ നമ്മൾ സെറ്റാക്കി വൃത്തിയാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. 5 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ പോകത്തില്ലേ, അപ്പൊ നമുക്ക് ബാക്കി എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് വരാം. ഇപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളുടെ ആവശ്യമുള്ളതായിരിക്കും നമ്മൾ ആദ്യത്തെ 1-2 ദിവസം ചേട്ടന്റെ വീട്ടിലല്ലേ. ഇനി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടുക. കാര്യം എല്ലാ ബ്രൈഡ്സിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കട്ടെ അല്ലേ. ഓക്കെ, ബൈ.